Anatomy of flowering plants എന്ന ചാപ്റ്ററിലെ ഫോക്കസ് പോയിന്റ്സ് ആണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. Anatomy of flowering plants. നമുക്ക് anatomy is a study of internal structure of plants. Anatomy is a study of internal structure of plants. നമ്മൾ പ്രാക്ടിക്കൽസിലൂടെയൊക്കെ internal structure പഠിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ഉള്ളത് ടിഷ്യൂസിനെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസിനെ ആണ് പറയുന്നത്. പറയാം പ്ലാന്റ്സിലുള്ള ടിഷ്യൂസ് രണ്ട് തരത്തിലാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂ, ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണുള്ളത്. അല്ലെ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. നമുക്കറിയാം ഒരു പ്ലാൻ ലൈഫ് ആരംഭിക്കുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിലാണ്. പ്ലാൻ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും ടിപ്സിലാണെന്ന് നമുക്കറിയാം. പ്ലാൻ ഗ്രോത്ത് ഈസ് ലൊക്കേറ്റഡ് ടിപ്സ്, സ്റ്റെം ടിപ്പ്, റൂട്ട് ടിപ്പ്. സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെ ടിപ്സിലാണ് എന്തുള്ളത്, ഗ്രോത്ത് നടക്കുന്ന പ്ലാന്റ്സിൽ. ആ ഗ്രോയിങ് ടിപ്സിൽ കാണുന്ന പ്ലാന്റ്സിനെ ഗ്രോത്തിന് സഹായിക്കുന്ന ടിഷ്യൂസാണ് ഏത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ടിഷ്യൂസിൻ്റെ പ്രത്യേകത നോർമൽ സെൽസ് പോലെയല്ല, ഇത് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് അത്തരം സെൽസ് എല്ലാം തന്നെ ഇമ്മച്വർ സെൽസ് ആയിരിക്കും. പാകമാകാത്ത സെൽസ് ആയിരിക്കും ഈ സെൽസ് എല്ലാം തന്നെ. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇമ്മച്വർ സെൽസ്. എന്താണ് ഇമ്മച്വർ എന്ന് പറയാൻ കാരണം, ദേ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസിൻ്റെ ഫോർമേഷൻ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പുതിയ സെൽസിൻ്റെ ഫോർമേഷൻ സഹായിക്കുന്നുണ്ട്. ദേ ആർ ഓൾസോ കാൾഡ് ഫോർമേറ്റീവ് ടിഷ്യൂ എന്നും പറയാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഈസ് ഓൾസോ കാൾഡ് ഫോർമേറ്റീവ് ടിഷ്യൂ ബിക്കോസ് ദേ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ആൻഡ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ സെൽസ്. ഓക്കെ, അപ്പം നോക്കുക, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇമ്മച്വർ സെൽസ് ദാറ്റ് ആർ ഇൻ എ കണ്ടിന്യൂവസ് സ്റ്റേറ്റ് ഓഫ് ഡിവിഷൻ. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇമ്മച്വർ സെൽസ്. കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് എപ്പോഴും എന്തായിരിക്കും, ഇമ്മച്വർ സെൽസ് ആയിരിക്കും. ദേ ആർ സീൻ അറ്റ് ദി ഗ്രോയിങ് ടിപ്സ് ഓഫ് പ്ലാന്റ്സ്. സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെയൊക്കെ ടിപ്സിലായിരിക്കും ഇത് കാണുക. ഇനി അതിൻ്റെ ക്യാരക്ടേഴ്സാണ് പറയുന്നത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ക്യാരക്ടേഴ്സ്. ഈ പിക്ചർ നോക്കാം. ആ പിക്ചറിൽ നോക്കിയാൽ അറിയാം, സെൽസ് ആർ കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ്. നമുക്കറിയാം പാരൻകൈമ ടിഷ്യൂസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ട് കാണാം. ലൂസ്ലി അറേഞ്ച്ഡ് ആകുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് എന്തുണ്ടാകാം, ഇൻ്റർസെല്ലുലാർ സ്പേസസ് ഉണ്ടാകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വിത്തൗട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസസ് സെൽസ് ആർ കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ആണ്. പിന്നെ ഇത് എന്താണ്, മെച്ചർ സെൽസ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ തിൻ സെൽ വാൾ ആയിരിക്കും ഉള്ളത്. വളരെ തിൻ സെൽ വാൾ ആണ്, സിംഗിൾ ലെയർ ഓഫ് തിൻ സെൽ വാൾ ആയിരിക്കും കാണുക. ദിസ് സെൽ വാൾ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ് കൊണ്ടാണ് ആ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സെൽസ് ആർ കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് വിത്തൗട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസ്. ദേ ഹാവ് എ തിൻ സെൽ വാൾ മേഡപ്പ് ഓഫ് സെല്ലുലോസ്. പിന്നെ നമുക്കറിയാം മെച്ചർ പ്ലാന്റ് സെൽസിൽ ഏറ്റവും വലിയ ഓർഗനൽ എന്ന് പറയുന്ന വാക്യൂൾസ് ആണ്. പ്ലാന്റ് സെൽസിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടർ അത് തന്നെയാണ്. അനിമൽ സെല്ല് ഏറ്റവും വലിയ ഓർഗനൽ ന്യൂക്ലിയസും പ്ലാന്റ് സെല്ലിൽ വലിയ ഓർഗനൽ എന്ന് പറയുന്നത്, ലാർജസ്റ്റ് ഓർഗനൽ എന്ന് പറയുന്നത് വാക്യൂളുമാണ്. പക്ഷേ അത് പെർമനൻറ്റ് സെൽസിലാണ് അങ്ങനെ വരിക. ഡിവൈഡ് ചെയ്തുണ്ടായ മെച്ചുറായ സെൽസിലാണ് വാക്യൂൾസ് കാണുക. പക്ഷേ ഇവിടെ ആണെങ്കിൽ നോക്കുക, വാക്യൂൾസ് ആർ ആബ്സെൻറ്റ്. വാക്യൂൾസ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലുള്ള വലിയ ഓർഗനൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് തന്നെയാണ്. അപ്പോൾ ഒരു പ്രോമിനൻറ്റ് ന്യൂക്ലിയസ് കാണാം, ലാർജ് പ്രോമിനൻറ്റ് ന്യൂക്ലിയസ് അവിടെ കാണാം. വാക്യൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്രയും കൂടുതൽ സൈറ്റോപ്ലാസം കാണാം. അപ്പോൾ അബണ്ടൻറ്റ് സൈറ്റോപ്ലാസം ഓർ പ്രോട്ടോപ്ലാസം കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഏതിൻ്റെ ക്യാരക്ടേഴ്സാണ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ക്യാരക്ടേഴ്സാണ്. പിന്നെ ഇതിൽ നോക്കുക, ആ സെൽസിൻ്റെ എല്ലാ സൈഡും എല്ലാ വാൾസും ഒരേ ലെങ്തിലാണ് കാണുക. ആ സ്ട്രക്ചറാണ് ഐസോഡയമെട്രിക് എന്ന് പറയും. അതിൻ്റെ നീളവും വീതിയും എല്ലാം ഈക്വലായിട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഐസോഡയമെട്രിക്. ക്യാരക്ടേഴ്സ് ഒക്കെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ സെൽസ് ആർ ഐസോഡയമെട്രിക് മീൻസ് എല്ലാ സൈഡും ഓൾ സൈഡ്സ് ആർ ഈക്വൽ ഇൻ സൈസ്, ലെങ്തിൽ ഒരുപോലെ വരും. ദേ ഹാവ് എ തിൻ സെൽ വാൾ മേഡപ്പ് ഓഫ് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച ഒരു തിൻ സെൽ വാൾ കാണാം. ദേ ഹാവ് എ പ്രോമിനൻറ്റ് ന്യൂക്ലിയസ്. പറഞ്ഞു, മെച്ചർ സെൽസിലെ ഏറ്റവും വലിയ ഓർഗനൽ എന്ന് പറയുന്നത് വാക്യൂളാണ്. മെച്ചർ സെൽ ഏറ്റവും വലിയ ഓർഗനൽ വാക്യൂളാണ്. ബട്ട് ഇവിടെ വാക്യൂൾസ് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് ന്യൂക്ലിയസ് വളരെ വലിയൊരു ന്യൂക്ലിയസ് കാണാം. വാക്യൂൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സൈറ്റോപ്ലാസത്തിൻ്റെ എമൗണ്ടും കൂടുതൽ. ദേ ഹാവ് അബണ്ടൻറ്റ് സൈറ്റോപ്ലാസം, വാക്യൂൾസ് ആർ ആബ്സെൻറ്റ്. പിന്നെ പറയും സെൽസ് ആർ കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് വിത്തൗട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസ്. നമുക്ക് പിക്ചർ നോക്കിയാൽ അറിയാം, സെൽസിനിടയ്ക്ക് എന്തില്ല, ഇൻ്റർസെല്ലുലാർ സ്പേസസ് ഇല്ല. സെൽസ് ആർ കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ്. ഓരോ സെല്ലും അഡ്ജസൻറ്റ് സെൽസ് ആർ പരസ്പരം കണക്ട് ചെയ്തായിരിക്കും കാണുക. അപ്പോൾ ഇതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെരിസ്റ്റം ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇമ്മച്വർ സെൽസ് ദാറ്റ് ആർ ഇൻ എ കണ്ടിന്യൂവസ് സ്റ്റേറ്റ് ഓഫ് ഡിവിഷൻ എന്ന് പറയും. ഓക്കെ, ഇത് നോക്കുക. ഇതിനെ ഈ മെരിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഒറിജിൻ അനുസരിച്ചും ക്ലാസിഫൈ ചെയ്യാം, പൊസിഷൻ അനുസരിച്ചും ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ഒറിജിൻ, എപ്പോൾ ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക.
Based on origin, it is of three types: promeristem, primary meristem, and secondary meristem. What is promeristem? എംബ്രിയോ ആണ് സീഡായിട്ട് ജെർമിനേറ്റ് ചെയ്യുക, അല്ലേ? സീഡ് ജെർമിനേറ്റ് പ്ലാന്റായിട്ട് മാറുക. അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ കാണുന്ന ആ മെരിസ്റ്റത്തെയാണ് എന്താ പറയുക? പ്രോമെരിസ്റ്റം എന്ന് പറയുക. എംബ്രിയോണിക് സ്റ്റേജിൽ കാണുന്ന മെരിസ്റ്റം ആണ് പ്രോമെരിസ്റ്റം. നെക്സ്റ്റ് വൺ പ്രൈമറി മെരിസ്റ്റം. ആ പ്രോമെരിസ്റ്റത്തിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന പ്രൈമറി മെരിസ്റ്റം ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന സെക്കൻഡറി മെരിസ്റ്റം. എന്ന് പറയുക പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ടു ടൈപ്സ് ഉണ്ട്: പ്രൈമറി ഗ്രോത്ത് ആൻഡ് സെക്കൻഡറി ഗ്രോത്ത്. ആ പ്രൈമറി ഗ്രോത്തിൻ്റെ സമയത്താണ് പ്രൈമറി മെരിസ്റ്റം ഉണ്ടാകുക. നെക്സ്റ്റ് വൺ സെക്കൻഡറി മെരിസ്റ്റം ഫോം ചെയ്യാം. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ ഒറിജിൻ ഇങ്ങനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ മെയിനായിട്ട് ഒന്ന് പഠിക്കാനുള്ളത് പൊസിഷൻ അനുസരിച്ചാണ്. പ്ലാന്റ് ബോഡിയിൽ മെരിസ്റ്റംസ് എവിടെയൊക്കെ കാണുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് നോക്കുക. മൂന്നായി ഡിവൈഡ് ചെയ്യാം: എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇൻ്റർ കാലറി മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇൻ്റർ കാലറി മെരിസ്റ്റം ഇങ്ങനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ് നോക്കാം. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് പ്ലാന്റ്സിൻ്റെ സ്റ്റെം ആൻഡ് റൂട്ടാണ്. മുകളിൽ കാണുന്ന സ്റ്റെമ്മും താഴെയുള്ളത് റൂട്ടുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് പ്ലാന്റ്സിൻ്റെ സ്റ്റെം ആൻഡ് റൂട്ട്. എപ്പിക്കൽ മീൻസ് അപ്പെക്സ് മീൻസ് ടിപ്പ്. അപ്പോൾ മെരിസ്റ്റം സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എപ്പിക്കൽ മെരിസ്റ്റം. വാട്ട് ഈസ് എപ്പിക്കൽ മെരിസ്റ്റം? മെരിസ്റ്റം സീൻ അറ്റ് ദി അപ്പെക്സ് മീൻസ് ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ഈസ് കാൾഡ് എപ്പിക്കൽ മെരിസ്റ്റം. ടിപ്പിൽ കാണുന്നുണ്ട് മറ്റൊരു പേരുടെ പറയാം, എന്താ പറയാം, ടെർമിനൽ മെരിസ്റ്റം എന്നും പറയാം. ടെർമിനൽ മെരിസ്റ്റം എന്നും ഇതിനെ പറയാം. അപ്പോൾ എപ്പിക്കൽ മെരിസ്റ്റം ഈസ് സീൻ അറ്റ് ദി ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് ഡൈക്കോട്ട്സ് ആൻഡ് മോണോക്കോട്ട്സ്. അതായത് എല്ലാത്തരം പ്ലാന്റ്സിലും കാണുന്ന ഒരു മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം. അപ്പോൾ എപ്പിക്കൽ മെരിസ്റ്റം ഇവിടെ കാണുന്നു, സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് ഡൈക്കോട്ട്സ് ആൻഡ് മോണോക്കോട്ട്സ്. ഡൈക്കോട്ട്സിലും മോണോക്കോട്ട്സിലും എല്ലാം ഒരുപോലെ കാണുന്ന ഒരു മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ പ്ലാന്റ് ബോഡി. പ്ലാന്റ്സിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് ഏത്? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയാം. ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുക. ഏതൊരു പ്ലാന്റും ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രൈമറി ഗ്രോത്ത് നടക്കുന്നുണ്ട്, ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അതിന് സഹായിക്കുന്ന മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിൻ്റെ വശങ്ങളിലുണ്ടാകും. ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിൻ്റെ സൈഡ്സിൽ എലോങ് ദി സൈഡ്സ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് ഏതാണ്? ഡൈക്കോട്ട്സ്. ലാറ്ററൽ മെരിസ്റ്റം ഈസ് സീൻ ഓൺലി ഇൻ ഡൈക്കോട്ട്സ്. ലാറ്ററൽ മെരിസ്റ്റം ഈസ് സീൻ ഓൺലി ഇൻ ഡൈക്കോട്ട്സ്. ഓക്കെ, അതുകൊണ്ടാണ് ഡൈക്കോട്ട്സ് മാത്രം സെക്കൻഡറി തിക്കനിങ്ങിന് വിധേയമാകുക, വണ്ണം വയ്ക്കുന്നത്. അപ്പോൾ മോണോക്കോട്ട്സ്, ബാംബു പോലത്തെയൊക്കെയാണ് ഒരു പരിധിക്കപ്പുറം വണ്ണം വയ്ക്കില്ല. അതിന് കാരണം അവിടെ ലാറ്ററൽ മെരിസ്റ്റം ഈസ് ആബ്സെൻറ്റ് ഇൻ ദീസ് പ്ലാന്റ്സ്. പിന്നെ സ്റ്റെമ്മിൽ ഡൈക്കോട്ട്സ് ആകുമ്പോഴത്തേക്ക് സ്റ്റെം വണ്ണം വയ്ക്കുമ്പോൾ റൂട്ടിനും ആ തിക്നെസ് വേണം. സോ ലാറ്ററൽ മെരിസ്റ്റം ഈസ് സീൻ അലോങ് ദി സൈഡ്സ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് ഡൈക്കോട്ട്സ് ഓൺലി. ആൻഡ് തേർഡ് വൺ ഇൻ്റർ കാലറി മെരിസ്റ്റം. ഇൻ്റർ കാലറി മീൻസ് ഇൻ്റർനോഡൽ പൊസിഷൻസിലായിരിക്കും ഇത് കാണാം. മോണോക്കോട്ട്സിൽ മാത്രമാണ് കാണുക. നമുക്കറിയാം ഇത് മോണോക്കോട്ട്സിലൊക്കെ ഇപ്പോൾ ബാംബു ഒരു എക്സാമ്പിൾ പറയാം. ബാംബുവിലൊക്കെ ഈ കാണുന്ന അതെല്ലാം നോഡാണ്. ഇറ്റ് ഈസ് കാൾഡ് എ നോഡ്. അപ്പോൾ ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ലീഫൊക്കെ ഉണ്ടായിരുന്നു. ബാംബുവിൽ ഇങ്ങനെ ലീഫ് കാണും. അപ്പോൾ ഇങ്ങനെ ലീഫ് വരുന്ന ആ പോയിൻറ്റിനെ നോഡ് എന്ന് പറയാം. അപ്പോൾ രണ്ട് നോഡുകൾക്കിടയിലുള്ള ആ സ്റ്റെമിനെ എന്താ പറയുക? ഇൻ്റർ നോഡ് എന്ന് പറയും. ആ ഇൻ്റർനോഡൽ പൊസിഷൻസിലായിരിക്കും മോണോക്കോട്ട്സിൽ കാണുക. അത് മോണോക്കോട്ട്സിൽ സ്റ്റെമ്മിൽ മാത്രമേ കാണുന്നുള്ളൂ. സ്റ്റെമ്മിൽ മാത്രം കാണുന്നതാണ് ഏത്? ഇൻ്റർ കാലറി മെരിസ്റ്റം. ഇറ്റ് ഹെൽപ്സ് ടു ഇലോങ്ങേറ്റ് ദ സ്റ്റെം. ഈ സ്റ്റെമ്മിൻ്റെ ഇലോങ്ങേഷൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് ഏത്? ഇൻ്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ത്രീ ടൈപ്സ് ഓഫ് മെരിസ്റ്റംസ്: എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇൻ്റർ കാലറി മെരിസ്റ്റം. എല്ലാ പ്ലാന്റ്സിലും ഒരുപോലെ കാണുന്ന എപ്പിക്കൽ മെരിസ്റ്റം, ഡൈക്കോട്ട്സിൽ മാത്രം കാണുന്നത് ലാറ്ററൽ മെരിസ്റ്റം, മോണോക്കോട്ട്സിൽ മാത്രം കാണുന്നത് ഇൻ്റർ കാലറി മെരിസ്റ്റം. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഇൻ്റർ കാലറി മെരിസ്റ്റം ഹെൽപ്സ് ടു ഇലോങ്ങേറ്റ് ദി സ്റ്റെമ്മിൻ്റെ ഇലോങ്ങേഷൻ സഹായിക്കുക. എപ്പിക്കൽ മെരിസ്റ്റം സഹായിക്കുന്നത് ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ. ലാറ്ററൽ മെരിസ്റ്റം സഹായിക്കുന്നത് വിഡ്ത്ത് ഓർ തിക്നെസ് ഓർ ഗിർത്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു ഡ്യൂറിങ് സെക്കൻഡറി തിക്കനിങ്. അപ്പോൾ ഇത്രയുമാണ് ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. മെരിസ്റ്റമായിട്ട് ടിഷ്യൂ ആണ് ഈ പറയുന്നത്. മെരിസ്റ്റത്തിൻ്റെ ക്യാരക്ടേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെരിസ്റ്റംസ് ബേസ്ഡ് ഓൺ പൊസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്. നമുക്കറിയാം പ്ലാന്റ്സിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു മെരിസ്റ്റമായിട്ട് ടിഷ്യൂ ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂ, അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പ്ലാന്റ്സിലെ ടിഷ്യൂസിനെ തന്നെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മെരിസ്റ്റമായിട്ട് ടിഷ്യൂ ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂ എന്നിങ്ങനെ. ഈ പെർമനൻറ്റ് ടിഷ്യൂസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സിമ്പിൾ ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂ. പെർമനൻറ്റ് ടിഷ്യൂവിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: സിമ്പിൾ ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂ. സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എ സിമിലർ ടൈപ്പ് ഓഫ് സെൽസ്. ഒരേ തരം സെൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണെങ്കിൽ അതിനാണ് എന്താ പറയുക, സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയാം. അപ്പോൾ സിമ്പിൾ ടിഷ്യൂ ഈസ് മേഡ് അപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആൻഡ് ദേ ഹാവ് ഹോമോജീനസ് നേച്ചർ. ഒരേ തരം സെൽസ് കൊണ്ടായിരിക്കും അറേഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമാണ്. ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമാണ് ഈ കാണുന്നത്. അതിലുള്ള സെൽസ് എല്ലാം തന്നെ ഒരുപോലെ ആയിരിക്കും. എന്നാൽ ഇത് മറ്റൊരു തരം സെൽസാണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ളതാണ്. ആംഗുലാർ പാരൻകൈമ ഓർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് പാരൻകൈമ, അതിലുള്ള സെൽസ് എല്ലാം ഒരു ടൈപ്പ് ആയിരിക്കും. ഇനി മറ്റൊന്ന്, ഇത് എല്ലാം ഒരു ടൈപ്പ് സെൽസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരേ തരം സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സിമ്പിൾ ടിഷ്യൂ. മേഡപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആണെങ്കിൽ സിമ്പിൾ ടിഷ്യൂ എന്ന് പറയാം. ഓക്കെ. എന്നാൽ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സെൽസ് പലതരം ടിഷ്യൂസ് കൊണ്ടാണ്, പലതരം സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അതിനെന്ത് പേര് പറയാം, കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയാം. ദേ ഹാവ് ഹെട്രോജീനസ് നേച്ചർ എന്ന് പറയുമ്പോൾ അതിൽ തിൻ വാൾഡ് സെൽസ് കാണാം, തിക്ക് വാൾഡ് സെൽസ് കാണാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ആ സിമ്പിൾ ടിഷ്യൂസ് പഠിക്കുമ്പോഴത്തെ അവിടെ പറയുന്നുണ്ട് ഇത് പാരൻകൈമ, സ്ക്ലിയറൻകൈമയൊക്കെ ആണെങ്കിൽ ഡബിൾ ലെയർഡ് സെൽസ് ആണെന്ന് പറഞ്ഞു. ഔട്ടർ വാൾ ഈസ് തിൻ ആൻഡ് ഇന്നർ വാൾ ഈസ് തിക്ക് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് സിമ്പിൾ ടിഷ്യൂസ് ആണ്. എന്നാൽ എന്താണ് സിമ്പിൾ ടിഷ്യൂ മീൻസ് തിൻ വാൾഡ് സെൽസ് ആണ്. എന്നാൽ എന്താണ് തിക്ക് വാൾഡ് സെൽസും കാണാം. അപ്പോൾ തിൻ വാൾഡ് ആൻഡ് തിക്ക് വാൾഡ് സെൽസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ പലതരം ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് ഹെട്രോജീനസ് നേച്ചർ ആയിരിക്കും. അതിൽ തിൻ വാൾഡ് സെൽസ് ആകാം, തിക്ക് വാൾഡ് സെൽസ് ആകാം, ലിവിങ് സെൽസ് ആകാം, ഡെഡ് സെൽസ് ആകാം. ഇങ്ങനെ പലത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ക്ലിയറൻകൈമ ഈസ് എ ഡെഡ് സെൽ അല്ല, ഡെഡ് ടിഷ്യൂ ആണ്. പാരൻകൈമ, കോളൻകൈമയൊക്കെ എന്താണ്, ലിവിങ് സെൽസ് ആണ്. അതിൽ തന്നെ പാരൻകൈമയെ പോലെയല്ല കോളൻകൈമ, അതിൻ്റെ കോർണേഴ്സ് ആർ തിക്കനിങ് ആയിരിക്കും. ദീസ് തിക്കനിങ്സ് ആർ കാട്ട് ലോക്കലൈസ്ഡ് തിക്കനിങ്സ് നമ്മൾ പഠിച്ചു. പെക്റ്റിൻ, സ്യൂബറിന് ചിലപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ലൈക്ക് തിൻ വാൾഡ് ഓർ തിക്ക് വാൾഡ്, ഡെഡ് സെൽസ് ഓർ ലിവിങ് സെൽസ്, ഇങ്ങനെ പലതരം സെൽസ് ചേർന്നിട്ടായിരിക്കും വരിക. അത്തരം ടിഷ്യൂസിനാണ് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ രണ്ട് തരത്തിലുള്ള കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് കാണുക. ദേർസ് ആർ സൈലം ആൻഡ് ഫ്ലോയം. പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന രണ്ട് തരം ടിഷ്യൂസാണ് ഏതൊക്കെ, സൈലം ആൻഡ് ഫ്ലോയം. എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും? വാട്ടർ ആൻഡ് മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫുഡ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹോർമോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, റെസ്പിറേറ്ററി ഗ്യാസസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന കണ്ടക്റ്റീവ് ടിഷ്യൂസ് ആണ് സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറയുന്നത്. ദീസ് സൈലം ആൻഡ് ഫ്ലോയം ആർ ദി കോംപ്ലക്സ് ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം ഇനി പഠിക്കുന്ന കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്. കോംപ്ലക്സ് ടിഷ്യൂസ് എന്തായിരിക്കും? മേഡപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആയിരിക്കും, ഹെട്രോജീനസ് നേച്ചർ ആയിരിക്കും, പലതരം സെൽസ്, ഡെഡ് ഓർ ലിവിങ്, തിൻ വാൾഡ് ഓർ തിക്ക് വാൾഡ് സെൽസ് എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. പ്ലാന്റ്സിൽ രണ്ട് കോംപ്ലക്സ് ടിഷ്യൂസ് ആണുള്ള സൈലം ആൻഡ് ഫ്ലോയം. ഫസ്റ്റ് ഒന്ന് നോക്കുക, സൈലം. Xylem is a complex conductive tissue. Xylem is a complex conductive tissue that transports water and minerals from roots to the leaves. So xylem is a complex conductive tissue that transports water and minerals from roots to the leaves. എപ്പോഴും അപ്വേർഡ് കണ്ടക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ മിനറൽസിനെ ലീഫിലേക്ക് എത്തിക്കുക, അപ്വേർഡ് കണ്ടക്ഷൻ ഓർ അസെൻഡർ സാപ്പ് നടത്തുന്ന ആ ടിഷ്യൂ ആണ് ഏത്, സൈലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, phloem. Phloem is a complex conductive tissue that transports prepared food from leaves to all other parts. പ്രൈമറി പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. പ്രൈമറി പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഗ്ലൂക്കോസ് ആണ്. ബട്ട് ഗ്ലൂക്കോസ് ഈസ് സോളുബിൾ ഇൻ വാട്ടർ. സോ അതിനെ സ്റ്റോർ ചെയ്യുന്നത് എന്തായിട്ടാണ്? സ്റ്റാർച്ചായിട്ട് സ്റ്റോർ ചെയ്യും. പക്ഷേ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് സുക്രോസ് ആയിട്ടായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ സുക്രോസ് എന്ന ഫോമിൽ എന്തായാലും ആ പ്രോഡക്റ്റ് ഫോട്ടോസിന്തസിസ് ആയതുകൊണ്ട് നമുക്കതിനെ ഫോട്ടോസിന്തേറ്റ് എന്ന് പറയാം. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫോട്ടോസിന്തേറ്റ് എന്ന് പറയാം ഫ്ലോയത്തിലുള്ള ട്രാൻസ്പോർട്ടിനെ. ഇത് സൈലത്തിലുള്ള ട്രാൻസ്പോർട്ട് യൂണി ഡയറക്ഷനിലാണെങ്കിൽ അപ്വേർഡ് കണ്ടക്ഷൻ മാത്രം നടക്കുന്നുള്ളെങ്കിൽ ഫ്ലോയത്തിലൂടെ ഉള്ളത് ബൈ ഡയറക്ഷനിലായിരുന്നു, എല്ലാ പാർട്സിലേക്കും പോകുന്നു. അപ്പോൾ കോംപ്ലക്സ് ടിഷ്യൂവിൽ രണ്ടാമത്തത് ഫ്ലോയം. ഫ്ലോയം ഈസ് എ കോംപ്ലക്സ് കണ്ടക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ട്രാൻസ്പോർട്ട്സ് പ്രിപ്പേർഡ് ഫുഡ് ഫ്രം ലീവ്സ് ടു ആൾ അതർ പാർട്സ്. അപ്പോൾ ഇതാണ് സൈലം ആൻഡ് ഫ്ലോയം ആർ ദി കോംപ്ലക്സ് കണ്ടക്റ്റീവ് ടിഷ്യൂസ്. സൈലം പ്രിപ്പേർഡ് വാട്ടർ മിൽസിനെ കണ്ടക്ട് ചെയ്യുന്നു എങ്കിൽ ഫ്ലോയം എന്താണ്, പ്രിപ്പേർഡ് ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇത് കോംപ്ലക്സ് ടിഷ്യൂസ് ആകുമ്പോഴത്തേക്ക് പലതരം ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക. അപ്പോൾ സൈലത്തിൽ കാണുന്ന ടിഷ്യൂസും ഫ്ലോയത്തിൽ കാണുന്ന ടിഷ്യൂസും ഏതൊക്കെയാണെന്ന് നോക്കാം. സൈലം ഈസ് കമ്പോസ്ഡ് ഓഫ് 4 types of tissues. ഏതൊക്കെ? ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബർ ആൻഡ് സൈലം പാരൻകൈമ. സൈലം ഈസ് കമ്പോസ്ഡ് ഓഫ് 4 types of cells ലൈക്ക് ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബർ ആൻഡ് സൈലം പാരൻകൈമ. ഇങ്ങനെ 4 types of cells കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക.
അപ്പോൾ വൺ അബോവ് ദി അതർ ആയിട്ട്. കാരണം വെച്ചാൽ ഈ സൈലം ആക്ട് ലൈക്ക് എ കാപ്പിലറി ട്യൂബ്. ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് മുകളിലേക്ക് വാട്ടർ ഉയർന്നു പോകേണ്ടത്. അപ്പോൾ ഒരു കാപ്പിലറി ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുക. അപ്പോൾ സൈലം ആക്ട് ആസ് എ കാപ്പിലറി ട്യൂബ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സെൽസാണ്, അതാണ് മൈന്യൂട്ട് സെൽസാണ്. അപ്പോൾ ദീസ് സെൽസ് ആർ അറേഞ്ച്ഡ് വൺ അബോവ് ദി അതർ ഓർ എൻഡ് ടു എൻഡ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ഇരിക്കുന്നു ഒന്നിന് മുകളിൽ നന്നായിട്ട്. അതിൽ തന്നെ അതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ പറയും. ട്രക്കിഡ്സിനേക്കാൾ വലിപ്പം കൂടുതലാണ് വെസൽസ് എന്ന് പറയുന്നത്, സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും കാണുന്നത്. ഇതെല്ലാം വൺ അബോവ് ദി അതറായിട്ട് അറേഞ്ച് ഇരിക്കുന്നു. ട്രക്കിഡ്സ് ആകുമ്പോഴത്തേക്ക് എന്താണ് ഡയമീറ്റർ കുറഞ്ഞിട്ടുള്ള ടാപ്പറിംഗ് എൻഡ്സ് ഉള്ള സെൽസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ സൈലം ഫൈബർ. ഫൈബർ മീൻസ് ഇലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമ ഈസ് കാൾഡ് ഫൈബർ. നമുക്കറിയാം സ്ക്ലീറൻകൈമ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സ്ക്ലീറിഡ്സ് എന്നും ഫൈബേഴ്സ് എന്നും. സ്ഫെരിക്കൽ സെൽസ് ആർ കാൾഡ് സ്ക്ലീറിഡ്സ് ആൻഡ് ഇലോങ്ങേറ്റഡ് ഫൈബർ ലൈക്ക് സെൽസ് ആർ കാൾഡ് ഫൈബേഴ്സ്. എന്തായാലും സ്ക്ലീറൻകൈമ ഈസ് ഡെഡ് സെൽസ്. ആ ഡെഡ് സെൽസ് ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമ സൈലമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുമ്പോൾ എന്ത് പറയുക, സൈലം ഫൈബർ എന്ന് പറയുക. ആൻഡ് ലാസ്റ്റ് നോക്കുക സൈലം പാരൻകൈമ. ഈ ഫുഡൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക, പിന്നെ ന്യൂട്രിയൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് സൈലം പാരൻകൈമയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ പാരൻകൈമ ഇസ് എ ലിവിങ് സെൽ. പാരൻകൈമ എല്ലാം ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമ കാണാം, ആംഗുലർ പാരൻകൈമ ഒക്കെ ഉണ്ടാക്കാം. എന്തായാലും പാരൻകൈമ സെൽസ് അസോസിയേറ്റ് വിത്ത് സൈലം ഈസ് കാൾഡ് സൈലം പാരൻകൈമ. അപ്പോൾ ഇതാണ് 4 തരത്തിലുള്ള ടിഷ്യൂസ് ഇൻ സൈലം. ഓക്കെ, നെക്സ്റ്റ് നോക്കുക ഫ്ലോയം. ഫ്ലോയം ഈസ് ഓൾസോ കമ്പോസ്ഡ് ഓഫ് 4 types of cells like seed tubes, companion cells, phloem fiber and phloem parenchyma. അവസാനത്തെ 2 സൈലത്തിലും ഫ്ലോയത്തിലും ഒരുപോലെ തന്നെയാണ്. elongated sclerenchyma associated with xylem is called xylem fiber and associated with the phloem is called phloem fiber. Parenchyma associated with the xylem is called xylem parenchyma and with the phloem is called phloem parenchyma. അതാണ് xylem and phloem parenchyma ഫൈബർ. നെക്സ്റ്റ് വൺ ഫ്ലോയത്തിൽ കാണുന്ന സീഡ് ട്യൂബ്സ്. സീഡ് ട്യൂബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതും ഒന്നബോധ്യതരായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സെൽസാണ്. പക്ഷേ ഓരോ സീഡ് ട്യൂബിനോടൊപ്പം എന്ത് കാണുന്നുണ്ട്, കമ്പാനിയൻ സെൽസ് കാണുന്നുണ്ട്. സീഡ് ട്യൂബ്സിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. ആക്ച്വലി സീഡ് ട്യൂബ്സിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സെല്ലാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റർ സെൽ എന്ന് പറയാറുണ്ട്. കമ്പാനിയൻ സെൽ ഈസ് എ സിസ്റ്റർ സെൽ ഓഫ് സീഡ് ട്യൂബ്സ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഫ്ലോയത്തിൽ കാണുന്ന 4 തരം ടിഷ്യൂസ് എന്ന് പറയുന്നത്. സീഡ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബർ ആൻഡ് ഫ്ലോയം പാരൻകൈമ. ഓക്കെ, ഇത്രയുമാണ് കോംപ്ലക്സ് ടിഷ്യൂസിൽ വരുന്നത്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ കോംപ്ലക്സ് ടിഷ്യൂസാണ് എന്ന് ആദ്യം പറയുന്നത്. കോംപ്ലക്സ് ടിഷ്യൂസ് നമുക്കറിയാം. ഇപ്പോൾ ടിഷ്യൂസ് ആർ ഓഫ് 2 types. പ്ലാന്റ് ടിഷ്യൂസ് ആർ ഓഫ് 2 types: സിമ്പിൾ ടിഷ്യൂസ് ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. സിമ്പിൾ ടിഷ്യൂ മീൻസ് ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് സിമിലർ കൈൻഡ് ഓഫ് സെൽസ്. ദേ ഹാവ് ഹോമോജീനസ് നേച്ചർ. ഒരേ തരം സെൽസ് കൊണ്ട് നിർമ്മിക്കുകയും ഹോമോജീനസ് നേച്ചർ ഉള്ള സെൽസിൻ്റെ ഗ്രൂപ്പിനെ എന്താ പറയുക, സിമ്പിൾ ടിഷ്യൂ എന്ന് പറയാം. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ ഇതെല്ലാം സിമ്പിൾ ടിഷ്യൂസാണ്. എന്നാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ചേർന്ന് വരികയാണെങ്കിൽ ദേ ആർ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. ഇപ്പോൾ കോംപ്ലക്സ് ടിഷ്യൂസ് ആർ മേഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ ലിവിങ് സെൽസ് കാണാം, ഡെഡ് സെൽസ് ഉണ്ടാകാം, തിൻ വാൾഡ് സെൽസ് കാണാം, തിക്ക് വാൾഡ് സെൽസ് കാണാം. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. അപ്പോൾ അതിൻ്റെ നേച്ചർ ഹെട്രോജീനസ് നേച്ചർ ആകാം. ഇത് പെർമനൻറ്റ് ടിഷ്യൂസുമാണ്. നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂ എന്നാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസ് ആണെന്ന് പറയാം. എന്നാൽ പെർമനൻറ്റ് ടിഷ്യൂ ഹാവ് ലോസ്റ്റ് ദെയർ കപ്പാസിറ്റി ടു ഡിവൈഡ്. അപ്പോൾ ഡിവൈഡിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട ടിഷ്യൂസാണ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. സിമ്പിൾ ടിഷ്യൂസ് ആർ made up of similar kind of cells and complex tissues are made up of different types of cells and have heterogeneous nature. So complex tissues are the permanent tissues made up of different types of cells and have heterogeneous nature. പ്ലാന്റ് ബോഡിയിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഏത് പ്ലാന്റ്സിലെ 2 തരം കോംപ്ലക്സ് ടിഷ്യൂസ് മാത്രമേ ഉള്ളൂ. ദേ ആർ ദി സൈലം ആൻഡ് ഫ്ലോയം. സൈലം ആൻഡ് ഫ്ലോയം ആർ ദി കണ്ടക്റ്റീവ് ടിഷ്യൂസ് നമുക്കറിയാം. അപ്പോൾ സൈലം ആൻഡ് ഫ്ലോയം ആർ ദി കോംപ്ലക്സ് കണ്ടക്റ്റീവ് ടിഷ്യൂസ്. അതിൽ സൈലം വാട്ടർ ആൻഡ് മിനറൽസ് കണ്ടക്ട് ചെയ്യുന്നു ഫ്രം റൂട്ട്സ് ടു ദ ലീവ്സ്. സൈലം ഈസ് എ കോംപ്ലക്സ് കണ്ടക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട്സ് ടു ദി ലീവ്സ്. അതിനെ അസെൻഡ് ഓഫ് സാപ്പ് എന്ന് പറയാം. അപ്വേർഡ് കണ്ടക്ഷനാണ് നടക്കുന്നത്. ട്രാൻസ്പോർട്ടിൽ പറയുന്നുണ്ട് ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ റൂട്ട്സ് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നുണ്ട് ത്രൂ സൈലം. അപ്പോൾ അതിനെ അസെൻഡ് ഓഫ് സാപ്പ് ഓർ അപ്വേർഡ് കണ്ടക്ഷൻ എന്ന് പറയാം. അപ്പോൾ സൈലം ഈസ് ദി കോംപ്ലക്സ് കണ്ടക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട്സ് ടു ദ ലീവ്സ്. And phloem is also a complex conductive tissue. Phloem is made up of different types of tissues, so it is complex. Function, conduction. Conduct ചെയ്യുന്നത് ഫുഡ് മെറ്റീരിയൽസ് ആണ്. പ്രിപ്പയർഡ് ഫുഡ് ഫ്രം ലീവ്സ് ടു ആൾ അതർ പാർട്സ്. പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് കോമൺലി കാൾഡ് ഫോട്ടോസിന്തേറ്റ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്നുണ്ടാകുന്ന പ്രോഡക്റ്റിനെ ഫ്ലോയത്തിലൂടെയാണ് എല്ലാ പ്ലാന്റ് പാർട്ടിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക ഫ്രം ദി ലീവ്സ്. അപ്പോൾ ഫ്ലോയം ഈസ് ദി കോംപ്ലക്സ് കണ്ടക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ട്രാൻസ്പോർട്ട്സ് prepared food from leaves to all other parts.
So these are the complex tissues. Complex tissues are the tissues, permanent tissues made up of different types of cells and have heterogeneous nature. Xylem and phloem are the complex conductive tissues in the plant body. അപ്പോൾ കോംപ്ലക്സ് ടിഷ്യൂസ് ആകുമ്പോഴത്തേക്ക് പലതരം ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക, പലതരം സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക. സൈലം ഈസ് കമ്പോസ്ഡ് ഓഫ് 4 types of cells commonly collectively called trachary elements. സൈലം നിർമ്മിച്ചിരിക്കുന്ന 4 തരം സെൽസ് ആണുള്ളത്. അതിനെ കോമൺലി പറയുന്ന പേര് ട്രക്കേറി എലമെന്റ്സ് ആണ്. ദേ ആർ tracheids, vessels, xylem fiber and xylem parenchyma. So xylem is composed of tracheids, vessels, xylem fiber and xylem parenchyma. Phloem is also a complex tissue. It is composed of seed tubes, companion cells, phloem fiber and phloem parenchyma. Phloem is composed of seed tubes, companion cells, phloem fiber and phloem parenchyma. ഇനി ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് സൈലത്തിൻ്റെ ഫ്ലോയത്തിലുള്ള സ്ട്രക്ചറാണ്, സെൽസിൻ്റെ സ്ട്രക്ചേഴ്സാണ് പറയുന്നത്. സൈലം കോംപ്ലക്സ് കണ്ടക്റ്റീവ് ടിഷ്യൂ ആണ്. അതിൽ 4 തരം സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബർ ആൻഡ് സൈലം പാരൻകൈമ. അപ്പോൾ സൈലത്തിലെ ആദ്യത്തെ ടിഷ്യൂസ് നോക്കുക, ട്രക്കീഡ്സ് ആണ്. ട്രക്കീഡ്സ് ആർ ഇലോങ്ങേറ്റഡ് സെൽസ്. ട്രക്കീഡ്സ് ആർ ഇലോങ്ങേറ്റഡ് എൻഡ് സെൽസ് വിത്ത് ടാപ്പറിംഗ് എൻഡ്സ്. സൈലത്തിലെ ഫസ്റ്റ് സെൽ ട്രക്കീഡ് ആണ്. ട്രക്കീഡ്സ് ആർ ഇലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് സെൽസ് വിത്ത് ടാപ്പറിംഗ് എൻഡ്സ്. ടാപ്പറിംഗ് എൻഡ്സ് മീൻസ് പോയിന്റഡ് എൻഡ്സ്. അപ്പോൾ പോയിന്റഡ് എൻഡ്സ് ആയിരിക്കും കാണുക. സൈലത്തെ നമ്മൾ സാധാരണ ക്യാപ്പിലറി ട്യൂബ്സ് ആയിട്ട് പറയാറുണ്ട്. ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുമ്പോൾ അത് ക്യാപ്പിലറി ട്യൂബ് പോലെയാണെന്ന് പറയാം. വളരെ നാരോ ട്യൂബ്സ് ആയിരിക്കും. പ്ലാന്റിൻ്റെ തിക്നെസ് വിട്ട് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് സൈലം സെൽസ് കൂടുതലേക്ക് ആഡ് ചെയ്യുന്നു അതിന് പുറത്തേക്ക്, എക്സിസ്റ്റിംഗ് സെൽസിന് പുറത്തേക്ക്. അപ്പോൾ ഇതിപ്പോൾ ഒരു ട്രക്കീഡ് ആണെങ്കിൽ ഇതിന് മുകളിലും താഴെയായിട്ട് അടുത്ത സെൽസ് വരുന്നു. സോ ട്രക്കീഡ്സ് ആർ അറേഞ്ച്ഡ് വൺ എബോവ് ദി അതർ ഓർ എൻഡ് ടു എൻഡ് എന്ന് പറയാം. അപ്പോൾ വൺ എബോവ് ദി അതർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക. സോ ട്രക്കീഡ്സ് ആർ ട്യൂബ് ലൈക്ക് ഇലോങ്ങേറ്റഡ് സെൽസ് വിത്ത് ടാപ്പറിംഗ് എൻഡ്സ് അറേഞ്ച്ഡ് വൺ എബോവ് ദി അതർ. പ്ലാന്റിൻ്റെ ലെങ്തിനനുസരിച്ച് ഒന്നിന് മുകളിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. These tracheids are dead cells. Tracheids എല്ലാം തന്നെ ഡെഡ് സെൽസ് ആണ്. കാരണം പ്രോട്ടോപ്ലാസ്റ്റ് ഈസ് ആബ്സെന്റ്. പ്രോട്ടോപ്ലാസ്റ്റ് ഈസ് ദി ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ്. പ്രോട്ടോപ്ലാസ്റ്റ് ആബ്സെന്റ് ആണെങ്കിൽ അത് ഡെഡ് സെൽസ് ആയിരിക്കും. ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഡെഡ് സെൽസ്. ഇറ്റ് ഹാസ് thick walls. Thick walls composed of lignin. So it has a lignified thick walls. പ്രോട്ടോപ്ലാസ്റ്റ് ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, ഡെഡ് സെൽസ് ആയിരിക്കും. ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. സോ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സെൽ ട്രക്കീഡ്. സെക്കൻഡ് സെൽ ഈസ് വെസൽസ്. ട്രക്കീഡ്സിനേക്കാൾ അല്പം കൂടെ വലിപ്പത്തിലായിരിക്കും വെസൽസ് കാണുക. ദേ ഹാവ് സിലിണ്ടറിക്കൽ ഷേപ്പ്. സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും കാണുക. ദിസ് വെസൽ, ഈച്ച് വെസൽ ഈസ് കാൾഡ് വെസൽ മെമ്പേഴ്സ്. ഓരോ വെസൽസിനെയും പറയുന്ന പേര് വെസൽ മെമ്പേഴ്സ് എന്നാണ്. ദേ ആർ ഓൾസോ അറേഞ്ച്ഡ് വൺ എബോവ് ദി അതർ. ഇത് ഓരോന്നും ഒന്നിനു മുകളിലൊന്നായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ വെസൽ മെമ്പേഴ്സിനെയും വേർതിരിക്കുന്നത് പെർഫറേഷൻ പ്ലേറ്റ് ആണ്. പെർഫറേഷൻ പ്ലേറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈച്ച് വെസൽ മെമ്പേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ ബൈ പെർഫറേഷൻ പ്ലേറ്റ്സ്. പെർഫറേഷൻ പ്ലേറ്റ്സ് 2 തരത്തിലുണ്ടാകാം. സിമ്പിൾ പെർഫറേഷൻ പ്ലേറ്റ്, മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് ഒക്കെ ഉണ്ടാകാം. എന്തായാലും പെർഫറേഷൻ പ്ലേറ്റ് വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുക. ഓരോന്നും വൺ എബോവ് ദി അതറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഓർ എൻഡ് ടു എൻഡ് ആയിട്ട്. അപ്പോൾ ഇത് ഇലോങ്ങേറ്റഡ് ടാപ്പറിംഗ് എൻഡ്സ് ഉള്ളതാണ് ട്രക്കീഡ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇത് സിലിണ്ടറിക്കൽ ട്യൂബ് ലൈക്ക് സെൽസിനെയാണ് വെസൽസ് എന്ന് പറയുക. ഈച്ച് വെസൽ ഈസ് കാൾഡ് വെസൽ മെമ്പർ. ദേ ആർ അറേഞ്ച്ഡ് വൺ എബോവ് ദി അതർ. ഈച്ച് വെസൽ മെമ്പർ ഈസ് സെപ്പറേറ്റഡ് ബൈ പെർഫറേഷൻ പ്ലേറ്റ്. പെർഫറേഷൻ പ്ലേറ്റ് 2 types വരാം. സിമ്പിൾ പെർഫറേഷൻ പ്ലേറ്റ്, ഇതുപോലെ ഫുൾ ഓപ്പൺ ആണെങ്കിൽ അതിനെ സിമ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് എന്നും, ഇടയ്ക്കിടെ ക്രോസ് വാൾസ് ഉണ്ടെങ്കിൽ അതിനെ കോംപ്ലക്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് എന്നും പറയാം. ഇവിടെ 3 ഓപ്പണിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റ്. അങ്ങനെ സിമ്പിൾ പെർഫറേഷൻ ആൻഡ് മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റ്സ് ഉണ്ടാകാം. ഇതും വളരെ തിക്കാണ്. ഇതിൻ്റെ വാൾസിലും ചെറിയ ചെറിയ ഓപ്പണിങ്സ് അവിടെ കാണാം, ചെറിയ പിറ്റ്സ് കാണാം. ദേ ആർ കാൾഡ് ബോർഡേഡ് പിറ്റ്സ്. ബോർഡേഡ് പിറ്റ്സ് എന്ന് പറയുന്ന ചെറിയ ഓപ്പണിങ്സ് ഇതിന് സർഫസിലുണ്ടാകാം. ഇതിൻ്റെ വാൾ വളരെ തിക്ക് തന്നെയാണ്, കാരണം മേഡപ്പ് ഓഫ് ലിഗ്നിൻ, ലിഗ്നിഫൈഡ് വാൾസ് ആണുള്ളത്. സോ വെസൽസ് ആർ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൽസ് ഇൻ സൈലം. ദേ ആർ സിലിണ്ടറിക്കൽ സെൽസ്, സിലിണ്ടറിക്കൽ ട്യൂബ് ലൈക്ക് സെൽസ്. ഈച്ച് വെസൽ ഈസ് കോൾഡ് വെസൽ മെമ്പർ. ദേ ആർ അറേഞ്ച്ഡ് ഓർ പ്ലേസ്ഡ് വൺ അബോവ് ദി അതർ. ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് പെർഫറേഷൻ പ്ലേറ്റ്സ് വഴിയാണ്. വാൾസ് ആർ തിക്ക് വിത്ത് ദ ഡെപ്പോസിഷൻ ഓഫ് ലിഗ്നിൻ. ഓക്കെ. തേർഡ് വൺ, സൈലം ഫൈബർ. ഫൈബർ നമുക്കറിയാം, സിമ്പിൾ ടിഷ്യൂ ആയ സ്ക്ലീറൻ കൈമയെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഫൈബേഴ്സ് ആൻഡ് സ്ക്ലീറിഡ്സ്. ഇലോങ്ങേറ്റഡ് സ്ക്ലീറൻ കൈമ സെൽസ് ആർ കാൾഡ് ഫൈബേഴ്സ്. ഇലോങ്ങേറ്റഡ് സ്ക്ലീറൻ കൈമ സെൽസ് ആർ കാൾഡ് ഫൈബേഴ്സ് എന്ന് പഠിച്ചു.
spherical cells are called spherical, sclerenchyma cells are called sclerids. So elongated sclerenchyma cells associated with the xylem is called xylem fiber. Elongated sclerenchyma is a dead cell. Sclerenchyma elongated cells ഉണ്ട്, spherical cells ഉണ്ട്. Spherical cells are called sclerids and elongated cells are called fibers. So elongated sclerenchyma cellsനെയാണ് എന്താ പറയുക, അത് സൈലത്തോടൊപ്പം അറ്റാച്ച് ചെയ്ത് കാണുകയാണെങ്കിൽ it is called xylem fiber. They have thick wall. കാരണം sclerenchyma is double layered wall ഉള്ളതാണ് sclerenchyma. Outer wall is thin and inner wall is thick. So highly thickened wall ആണ്. അതിന് നടുവിലൊരു central cavity കാണാം. It is called lumen. So xylem fiber has a central large lumen. Central cavity is there. It is called lumen. It is xylem fiber. And the fourth one, last one, Xylem Parenchyma. Parenchyma cells associated with the xylem is called Xylem Parenchyma. So parenchyma cells associated with the xylem is called Xylem Parenchyma. Parenchyma is a living thin-walled tissue. Parenchyma is a living thin-walled tissue. So it is living ആണ്. Living ആണ്, thin-walled cells ആണ്. Thin-walled cells ആകുമ്പോൾ only lignin ഒന്നുമില്ല, lignin, suberin, pectin തുടങ്ങിയ chemicals ഒന്നും deposits ഒന്നുമില്ല, അവിടെ cellulose കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക. So cellulose എന്ന wall material മാത്രമേ ഉള്ളൂ. So it has thin walls and living cells ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻ ട്രാൻസ്പോർട്ട് ഫുഡ് മെറ്റീരിയൽസ് അല്ല ചെയ്യുന്നത്, പകരം ഫുഡ് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഫുഡ് സ്റ്റോർ സാധാരണ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്റ്റാർച്ച് ആയിട്ടാണ്. എന്ന് പറയുക പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ഗ്ലൂക്കോസ് ആണ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സുക്രോസ് ആയിട്ടാണ്, സ്റ്റോർ ചെയ്യുന്ന സ്റ്റാർച്ച് ആയിട്ടാണ്. എന്നാൽ ഇവിടെ പ്ലാന്റ്സിന് സ്റ്റാർച്ച് മാത്രമല്ല ഫാറ്റായിട്ടും ടാനിൻസ് ആയിട്ടും സ്റ്റോർ ചെയ്യാറുണ്ട്. സോ Xylem Parenchyma സ്റ്റോർ ഫുഡ് ആസ് സ്റ്റാർച്ച്, ഫാറ്റ് ആൻഡ് ടാനിൻസ്. These four are the components of xylem. So xylem is made up of tracheids, vessels, xylem fiber and xylem parenchyma. ഇതുപോലെ ഫ്ലോയും നിർമ്മിച്ചിരിക്കുന്നത് 4 തരം സെൽസ് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ നോക്കാം. ഫ്ലോയം ഈസ് കമ്പോസ്ഡ് ഓഫ് സീപ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബർ ആൻഡ് ഫ്ലോയം പാരൻകൈമ. ഇലോങ്ങേറ്റഡ് സ്ക്ലിയറൻകൈമ സെൽസ് സൈലത്തിൽ കാണുകയാണെങ്കിൽ സൈലം ഫൈബർ എന്ന് പറയാം, ഫ്ലോയത്തിൽ കാണുകയാണെങ്കിൽ ഫ്ലോയം ഫൈബർ എന്ന് പറയാം. തിൻ വാൾഡ് പാരൻകൈമ സെൽസ് സൈലത്തിൽ കാണുകയാണെങ്കിൽ സൈലം പാരൻകൈമ, ഫ്ലോയത്തിലാകുമ്പോൾ ഫ്ലോയം പാരൻകൈമ. അവസാനത്തെ രണ്ടിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ സീപ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബർ ആർ ദി 4 types of cells in phloem. So first one, sieve tubes. Sieve tubes are elongated tube-like cells. Sieve tubes are also tube-like cells. കാരണം പ്ലാന്റിൻ്റെ ലെങ്തിനനുസരിച്ച് സ്റ്റെമ്മിനുള്ളിലാണ് കാണുക. അപ്പോൾ ഇതെല്ലാം ഇലോങ്ങേറ്റഡ് സെൽസ് തന്നെയാണ്. പിന്നെ പറഞ്ഞു പ്ലാന്റ്സിൻ്റെ വിട്ട് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സെൽസ് ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ ഓരോ സീ ട്യൂബ്സും വളരെ ചെറിയ സെൽസ് ആയിരിക്കും. ദീസ് ആർ ഇലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് സെൽസ്. ദീസ് ആർ പ്ലേസ്ഡ് ഓൺ, ഇത് ഓരോന്നാണ് ഓരോ സീ ട്യൂബ്സ്. ദേ ആർ പ്ലേസ്ഡ് ഓൺ എബോവ് ദി അതർ. ഓരോന്നിനെയും വേർതിരിക്കുന്ന ഈ ഡിസ്ക് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേര് സീവ് പ്ലേറ്റ് എന്നാണ്. സീവ് പ്ലേറ്റ് അത് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ടല്ല കാണുന്നത്, ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓപ്പണിങ്സ് കാണാം. ദേ ആർ കാൾഡ് സീവ് പോർ. സോ each sieve tube is separated by sieve plate. Sieve plate has minute pores. It is called a sieve pore. ഈ sieve പോറിലൂടെയാണ് ഫുഡിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുക. അപ്പോൾ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന sieve പോറിലൂടെയാണ്. Sieve plate and sieve pore together called sieve area. So it is called sieve area. These openings are called sieve pore. Disc-like structures that separate each sieve tube is called sieve plate. Sieve plate and sieve pore together form sieve area. ഇനി എത്ര സീവ് ട്യൂബ്സ് ഉണ്ടോ അതിനോടെല്ലാം ചേർന്ന് ഒരു സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ സെൽസ് സൈഡിലുണ്ടാകാം. ഈച്ച് സീവ് ട്യൂബ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ സെൽസ് കാൾഡ് കമ്പാനിയൻ സെൽ. കമ്പാനിയൻ സെൽസ് ആണ് ഈ സീവ് ട്യൂബ്സിനകത്തുള്ള പ്രഷർ ബാലൻസ് ചെയ്യുക. മെയിൻ്റനൻസ് ഓഫ് പ്രഷർ ഇൻ ദി സീവ് ട്യൂബ്സ് ആണ് കമ്പാനിയൻ സെൽസിൻ്റെ ഫംഗ്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പാനിയൻ സെൽസ് ഫോം ചെയ്തിരിക്കുന്നത് സീവ് ട്യൂബ്സിൽ നിന്ന് തന്നെയാണ്. സോ ഇറ്റ് ഈസ് കാൾഡ് സിസ്റ്റർ സെൽ ഓഫ് സീവ് ട്യൂബ്സ് എന്ന് പറയാം. Sister cell of sieve tube is called a companion cell. These are specialized cells that help to maintain pressure in the sieve plate and sieve pore. Okay, then the first one, sieve tubes. The sieve tubes are tube-like cells placed one above the other. Each sieve tube is associated with the companion cells. They are separated by sieve plates. ഇടയ്ക്ക് ഓപ്പണിങ്സ് ഉണ്ട്, പേര് sieve pore. ഇതിൽ സൈറ്റോപ്ലാസവും വാക്യൂളൊക്കെ ഉണ്ട്, പക്ഷേ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിരിക്കും. ഇപ്പോൾ സാധാരണ ലിവിങ് സെൽസിലൊക്കെ കൺട്രോളിങ് സെൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കും, ബട്ട് വാക്യൂൾസ് ആൻഡ് സൈറ്റോപ്ലാസം ആർ പ്രസൻറ്റ്. ഓക്കെ,
സെക്കൻഡ് വൺ കമ്പാനിയൻ സെല്ലാണ്. സീവ് ട്യൂബ്സ് പറഞ്ഞപ്പോൾ അതിനോടൊപ്പം പറഞ്ഞു കമ്പാനിയൻ സെൽ. അത് തന്നെയാണ് ഇവിടുത്തെ സെക്കൻഡ് കമ്പണന്റ് എന്ന് പറയുന്നത്. കമ്പാനിയൻ സെൽ ഈസ് ദി സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ സെൽ അസോസിയേറ്റഡ് വിത്ത് സീവ് ട്യൂബ്. സീവ് ട്യൂബിനോട് ചേർന്ന് കാണുന്ന സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ സെല്ലാണ് കമ്പാനിയൻ സെൽ എന്ന് പറയും. എത്ര സീവ് ട്യൂബ്സ് ഉണ്ട് അത്രയും തന്നെ കമ്പാനിയൻ സെല്ലും ഉണ്ടാകും. ഇത് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് പിറ്റ് ഫീൽഡ്സ് വഴിയാണ്. പിറ്റ് ഫീൽഡ്സ് വഴി ഇത് പരസ്പരം കണക്ട് ചെയ്ത് കാണുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ടപ്പോൾ ദേ ആർ കണക്റ്റഡ് ടുഗദർ ബൈ പിറ്റ് ഫീൽഡ്സ്. ഇതിൻ്റെ ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞു, പ്രഷർ ബാലൻസ് ചെയ്യുക ഇൻ ദി സീവ് ട്യൂബ്. സീവ് ട്യൂബ്സിനകത്തുള്ള പ്രഷർ ബാലൻസ് ചെയ്യുന്നതാണ് കമ്പാനിയൻ സെൽ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, ഇവിടെ നമ്മൾ സൈലം ഫൈബർ പറഞ്ഞു. അസോസിയേറ്റഡ് വിത്ത് സൈലം ആണെങ്കിൽ സൈലം ഫൈബർ, ഫൈബർ സെൽസ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലോയം ആണെങ്കിൽ ഫ്ലോയം ഫൈബർ. ഇലോങ്ങേറ്റഡ് സ്ക്ലിയറൻകൈമ ഈസ് കാൾഡ് ഫൈബർ. സോ ഇലോങ്ങേറ്റഡ് സ്ക്ലിയറൻകൈമ സെൽസ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലോയം ഈസ് കാൾഡ് ഫ്ലോയം ഫൈബർ എന്ന് പറയാം. ഓക്കെ, ഫ്ലോയം ഫൈബർ ആകുമ്പോഴത്തേക്ക് ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്, പോയിന്റഡ് എൻസ് ഓർ ടാപ്പറിംഗ് എൻസ് ആണ് കാണുക. പിന്നെ പ്രത്യേകത നമുക്കറിയാം, പ്ലാന്റ്സിന്റെ ഗ്രോത്ത് രണ്ട് തരത്തിലാണ് നടക്കുക, പ്രൈമറി ഗ്രോത്ത് ആൻഡ് സെക്കൻഡറി ഗ്രോത്ത്. പ്രൈമറി ഗ്രോത്തിൽ പ്ലാന്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, സെക്കൻഡറി ഗ്രോത്തിൽ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. പ്രൈമറി ഗ്രോത്തിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന സൈലത്തെ ഫ്ലോയത്തെ നമ്മൾ പറയാറുണ്ട് പ്രൈമറി സൈലം എന്നും പ്രൈമറി ഫ്ലോയോ എന്നും, സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്തുള്ള സെക്കൻഡറി സൈലം എന്നും സെക്കൻഡറി ഫ്ലോയോ എന്നും പറയാറുണ്ട്. ഇതിൽ ഈ ഫ്ലോയം ഫൈബർ പ്രൈമറി ഫ്ലോയത്തിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഫ്ലോയം ഫൈബർ ഈസ് ആബ്സെൻ്റ് ഇൻ പ്രൈമറി ഫ്ലോയം. ലെങ്ത് കൂടുന്ന സമയത്തുള്ളതാണ് പ്രൈമറി ഗ്രോത്ത് എന്ന് പറയാം. ആ ലെങ്ത് കൂടുമ്പോൾ അതിൽ ആബ്സെൻ്റ് ആയിരിക്കും. പ്രൈമറി ഫ്ലോയത്തിൽ എന്ത് ആബ്സെൻ്റ് ആണ്? ഫ്ലോയം ഫൈബർ ആബ്സെൻ്റ് ആണ്. എന്നാൽ സെക്കൻഡറി ഫ്ലോയത്തിൽ ഇത് പ്രസൻ്റ് ആയിരിക്കും. So xylem fiber is absent in primary phloem but present in secondary phloem. ഇനി ഈ ഫ്ലോയം ഫൈബർ എന്ന് പറയുന്നത് എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ളതാണ്. എക്കണോമിക്കലി വാല്യുബിൾ, നമ്മൾ നാരുകൾ ഫൈബേഴ്സ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ പറയണമെങ്കിൽ ഹെമ്പ്, ജൂട്ട്, ഫ്ലാക്സ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഹെമ്പ്, ജൂട്ട്, ഫ്ലാക്സ് ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ഫ്ലോയം ഫൈബേഴ്സിന് എക്സാമ്പിളാണ്. നമ്മൾ ചരടുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നാച്ചുറലി ഉള്ള ഹാർഡസ്റ്റ് ആയിട്ടുള്ള ചില ഫൈബേഴ്സ്, ഫ്ലോയം ഫൈബേഴ്സാണ് ഹെമ്പ്, ജൂട്ട് ആൻഡ് ഫ്ലാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലോയം ഫൈബർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഫ്ലോയം പാരൻകൈമ. പാരൻകൈമ സെൽസ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലോയം ഈസ് കാൾഡ് ഫ്ലോയം പാരൻകൈമ. പാരൻകൈമ സെൽസ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലോയം ഈസ് കാൾഡ് ഫ്ലോയം പാരൻകൈമ. പാരൻകൈമ എന്ന് പറയുമ്പോൾ ലിവിങ് സെൽസ് ആണ്. ഓക്കെ, തിൻ വാൾഡ് സെൽസ് ആണ്. സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ലിവിങ് സെൽസ് ആണ്, തിൻ വാൾഡ് സെൽസ് ആണ്. ഇതിൻ്റെ ഫംഗ്ഷനും എന്ത് തന്നെയാണ്? ഇവിടെ പറഞ്ഞു ഫുഡ് സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു. ഓർത്ത് വയ്ക്കുക, സൈലം പാരൻകൈമയും ഫ്ലോയം പാരൻകൈമയും ഫുഡ് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സൈലം പാരൻകൈമ സ്റ്റോർസ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്, tannins and fat, but in phloem parenchyma stores food as resin, latex and mucilage. ഈ ഇത്തരം കെമിക്കൽസിനെല്ലാം നമുക്ക് എക്സ്ട്രാക്റ്റീവ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ റെസിൻ, ലാറ്റക്സ്, റബ്ബറിലൊക്കെ ലാറ്റക്സ്, പിന്നെ മ്യൂസിലേജ് ഒക്കെ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ സൈലം പാരൻകൈമയും ഫ്ലോയം പാരൻകൈമയും ഫുഡായിരിക്കും സ്റ്റോർ ചെയ്യുക. സൈലം പാരൻകൈമ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്, ഫാറ്റ് ആൻഡ് ടാനിൻ, ബട്ട് ഫ്ലോയം പാരൻകൈമ സ്റ്റോർ ഫുഡ് ആസ് റെസിൻ, ലാറ്റക്സ് ആൻഡ് മ്യൂസിലേജ്. ഇവിടെ ഫ്ലോയം ഫൈബർ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈബേഴ്സാണ് ഹെമ്പ്, ജൂട്ട് ആൻഡ് ഫ്ലാക്സ്. സോ ഇതാണ് സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് ടിഷ്യൂസ്, പ്ലാന്റ്സിൽ രണ്ട് തരം കോംപ്ലക്സ് ടിഷ്യൂസ് ആണുള്ളത്, സൈലം ആൻഡ് ഫ്ലോയം. സൈലം ആൻഡ് ഫ്ലോയം ആർ ദി കോംപ്ലക്സ് കണ്ടക്റ്റീവ് ടിഷ്യൂസ്. അതിൻ്റെ കമ്പോണൻസ് ആണ് പറഞ്ഞത്. സൈലം ഈസ് മേഡ് അപ്പ് ഓഫ് ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബർ ആൻഡ് സൈലം പാരൻകൈമ. ഫ്ലോയം ഈസ് മേഡ് അപ്പ് ഓഫ് സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബർ ആൻഡ് ഫ്ലോയം പാരൻകൈമ. ഇത്രയുമാണ് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഫോക്കസ് പോയിന്റിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റമാണ്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആക്ച്വലി നമ്മൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നോക്കുമ്പോൾ ടിഷ്യൂ സിസ്റ്റം എന്നൊരു സംഭവം ഇല്ല. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് കാൾഡ് സെൽ. സെൽ കഴിഞ്ഞാൽ അടുത്ത് ഗ്രൂപ്പ് ഓഫ് സെൽസ് ടിഷ്യൂ. ടിഷ്യൂ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ വരുന്ന ഓർഗനാണ്. ഓർഗൻ കഴിഞ്ഞാൽ ഓർഗൻ സിസ്റ്റം വരും. പക്ഷേ ഇടയ്ക്ക് ടിഷ്യൂ കഴിഞ്ഞാൽ ടിഷ്യൂ സിസ്റ്റംസ് ഇല്ല. പിന്നെ പ്ലാന്റ് ബോഡിയിൽ ഓരോതരം ടിഷ്യൂസും ഓരോരോ ഫങ്ഷൻസാണ് പെർഫോം ചെയ്യുക. ആ ഓരോ ടിഷ്യൂസും ചെയ്യുന്ന ഫങ്ഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടിഷ്യൂ സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് പറയാം ഡിവിഷൻ ഓഫ് ലേബർ ഓർ ഡിവിഷൻ ഓഫ് ഫങ്ഷൻ ഇൻ ദ പ്ലാന്റ് ബോഡി. ഓരോരുത്തരും ടിഷ്യൂസും ചെയ്യുന്ന ഫങ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഓരോരോ ടിഷ്യൂ സിസ്റ്റംസ് ആയിട്ട് പറയാം. അങ്ങനെ വരുമ്പോൾ ടിഷ്യൂ സിസ്റ്റംസ് ആർ ഓഫ് 3 ടൈപ്സ്. ദേ ആർ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം and ground tissue system. Ground tissue system or fundamental tissue system എന്ന് പറയാം. അപ്പോൾ ആക്ച്വലി ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ അനുസരിച്ചാണ്. ഡിവിഷൻ ഓഫ് ലേബർ മീൻസ് ഓരോരോ ടൈപ്പ് ഓഫ് സെൽസിന്, ടിഷ്യൂസിന് ഓരോ ഫങ്ഷൻസ് ആയിരിക്കും പ്ലാന്റ് ബോഡി കാണുക.
ആ ബേസ്ഡ് ഓൺ ഫംഗ്ഷനാണ് ടിഷ്യൂ സിസ്റ്റത്തെ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ആൻഡ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഓർ ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. നെക്സ്റ്റ് വൺ കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മീൻസ് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സൈലം ഫ്ലോയും ഒക്കെ ഉൾപ്പെടുന്നതാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. പ്ലാന്റ് ബോഡിയിൽ എപ്പിഡെർമലും വാസ്കുലാറും കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ടിഷ്യൂ സിസ്റ്റത്തെയും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഓർ ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാന്റ് ബോഡിയിലൊക്കെ കോർട്ടക്സ് കാണാം, റൂട്ടിലും സ്റ്റെമ്മിലൊക്കെ കോർട്ടക്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ലീഫിൽ മീസോഫിൽ സെൽസ്, ഇതെല്ലാം ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാണ്. അപ്പോൾ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ മൂന്നായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: എപ്പിഡെർമൽ, വാസ്കുലാർ ആൻഡ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. അതിൽ ഫസ്റ്റ് വൺ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം നോക്കുക. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ വരാം? എപ്പിഡെർമിസ്, സ്റ്റൊമാറ്റ, ഗാർഡ് സെൽസ്, പിന്നെ ചില എപ്പിഡെർമൽ അപ്പൻഡേജസ്. എപ്പിഡെർമൽ അപ്പൻഡേജസ് ഇൻക്ലൂഡിങ് ട്രൈക്കോംസ് ആൻഡ് റൂട്ട് ഹെയർസ്. ട്രൈക്കോംസ്, റൂട്ട് ഹെയർസ് തുടങ്ങിയ എപ്പിഡെർമൽ അപ്പൻഡേജസ്, പിന്നെ സ്റ്റൊമാറ്റ, ഗാർഡ് സെൽസ്, എപ്പിഡെർമിസ്, ഇതെല്ലാം ഉൾപ്പെട്ടതിനാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുക. എപ്പിഡെർമിസ് ഈസ് ദി ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റ് ലെയർ. അത് ലീഫോ സ്റ്റെമ്മോ ഏതായാലും ഏത് പ്ലാന്റ് പാർട്ടായാലും അതിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറിനാണ് എന്ത് പറയുക? എപ്പിഡെർമിസ് എന്ന് പറയാം. അപ്പോൾ എപ്പിഡെർമിസ് ഈസ് ദി ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ. ലീഫ്, റൂട്ട്, സ്റ്റെം ഏത് പ്ലാന്റ് പാർട്ടായാലും അതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എപ്പിഡെർമിസ് ആയിരിക്കും. നോക്കുക, എപ്പിഡെർമിസ് ഈസ് യൂഷ്വലി യൂണിസീറിയേറ്റ്. യൂണിസീറിയേറ്റ് മീൻസ് സിംഗിൾ ലെയർ, മേഡപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഒറ്റ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് കാൾഡ് യൂണിസീറിയേറ്റ്. സിംഗിൾ ലെയർ, ഒറ്റ സീരിയൽ ലെയർ ആയിട്ട് കാണുന്നു. അത് തന്നെ നോക്കിയാൽ അറിയാം, ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്, പാരൻകൈമ സെൽസ് ആണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആണ്, തിൻ വാൾഡ് സെൽസ് ആണ്. സോ എപ്പിഡെർമിസ് ഈസ് ദി ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ. ഇറ്റ് ഈസ് യൂണിസീറിയേറ്റ് മീൻസ് സിംഗിൾ ലെയർഡ് ആണ്. ഇറ്റ് is made up of elongated, thin walled and compactly arranged parenchyma cells. ഇടയ്ക്കിടയ്ക്ക് ഇന്റർസെല്ലുലാർ സ്പേസസ് ഒന്നും തന്നെ ഇല്ല. സോ ഇറ്റ് ഈസ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. തിൻ വാൾഡ് സെൽസ് ആണ്, സിംഗിൾ ലെയർ ആയിട്ട് കാണുന്നു, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിരിക്കും. ഇതാണ് എപ്പിഡെർമിസ് എന്ന് പറയുക. പക്ഷേ റൂട്ടിൽ എപ്പിഡെർമിസ് എന്നല്ല പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ടിലെ എപ്പിഡെർമിസിനെ പറയുന്ന പേര് പിലിഫറസ് ലെയർ ഓർ എപ്പിബ്ലമ എന്നാണ്. സംഭവം എപ്പിഡെർമിസ് തന്നെയാണ്, പക്ഷേ പേരൊന്ന് മാറുന്നു. എപ്പിഡെർമിസ് ഇൻ റൂട്ട് ഈസ് കാൾഡ് എപ്പിബ്ലമ ഓർ പിലിഫറസ് ലെയർ. അതിൻ്റെ ക്യാരക്ടറൊക്കെ ഇത് തന്നെയാണ്. സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിരിക്കും, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസും തിൻ വാൾഡ് സെൽസ് ഒക്കെ ആയിരിക്കും. അതിൻ്റെ പേര് പിലിഫറസ് ലെയർ ഓർ എപ്പിബ്ലമ എന്നാണ്. ഇനി എപ്പിഡെർമിസ് ഫസ്റ്റ് വൺ പറഞ്ഞു. നെക്സ്റ്റ് വൺ നോക്കുക, എപ്പിഡെർമിസ് തന്നെ ചില പ്ലാന്റ്സിലൊക്കെ ലീഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റെമ്മിലൊക്കെ യങ് പാർട്ടിലൊക്കെ എപ്പിഡെർമിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു വാക്സി കോട്ടിംഗ് കാണാം. എപ്പിഡെർമിസിന് മുകളിലായിട്ട് ഒരു വാക്സി കോട്ടിംഗ് കാണാം. ദിസ് വാക്സി കോട്ടിംഗ് ഈസ് കാൾഡ് ക്യൂട്ടിക്കിൾ. അപ്പോൾ ക്യൂട്ടിക്കിൾ ഈസ് ദി സിംഗിൾ ലെയർഡ് ഓർ വാക്സി കോട്ടിംഗ് സീൻ ഔട്ട്സൈഡ് ദി എപ്പിഡെർമിസ്. എല്ലാ പ്ലാന്റ്സിലും ഇല്ല, ചില പ്ലാന്റ്സിലൊക്കെ എപ്പിഡെർമിസിന് മുകളിലായിട്ട് കാണുന്നതാണ്, ലീഫിലൊക്കെ കാണാം. അപ്പോൾ അതെന്താണ്? ക്യൂട്ടിക്കിൾ ആണ്. ഈ ക്യൂട്ടിക്കിൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു വാക്സ് കൊണ്ടാണ്. വാക്സ് ഇസ് കാൾഡ് ക്യൂട്ടിൻ. സോ ക്യൂട്ടിക്കിൾ ഈസ് കമ്പോസ്ഡ് ഓഫ് എ വാക്സ് കാൾഡ് ക്യൂട്ടിൻ. ക്യൂട്ടിക്കിൾ ഉള്ള പ്ലാന്റ് പാർട്ടിൽ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ കുറവായിരിക്കും. ക്യൂട്ടിക്കിളിലൂടെയും ട്രാൻസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് കാൾഡ് ക്യൂട്ടിക്കുലാർ ട്രാൻസ്പിറേഷൻ. പക്ഷേ വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കാരണം ക്യൂട്ടിക്കിൾ ഉണ്ടെങ്കിൽ സൺലൈറ്റിൻ്റെ പെനിട്രേഷൻ കുറവായിരിക്കും. അത്തരം പ്ലാന്റ്സിൽ നിന്ന് വാട്ടർ ലോസ്, ട്രാൻസ്പിറേഷനിലൂടെയുള്ള വാട്ടർ ലോസ് കുറവായിരിക്കാം. അപ്പോൾ എപ്പിഡെർമിസിനെ കവർ ചെയ്ത് കാണുന്ന വാക്സി കോട്ടിങ്ങിനെയാണ് എന്ത് പറയുക? ക്യൂട്ടിക്കിൾ എന്ന് പറയുക. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എ വാക്സ് കാൾഡ് ക്യൂട്ടിൻ. ഫംഗ്ഷൻ ട്രാൻസ്പിറേഷൻ തന്നെയാണ്, മിനിമൈസ് ദി വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്പിറേഷൻ. ഇനി ചില പ്ലാന്റ്സിൽ നോക്കുക, എപ്പിഡെർമിസിന് ചില പുറത്തേക്ക് ചില ഔട്ട് ഗ്രോത്ത്സ് കാണാം. നേരത്തെ എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറഞ്ഞു, എപ്പിഡെർമൽ ഔട്ട് ഗ്രോത്ത്സ്, അതിന് കോമൺലി എപ്പിഡെർമൽ ഹെയർസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് റൂട്ടിലാണെങ്കിൽ നോക്കുക, ഇത് റൂട്ടിൻ്റെ എപ്പിഡെർമൽ സെൽസ് ആണ്. ചില എപ്പിഡെർമൽ സെൽസ് ആണ് പുറത്തേക്ക് ഇങ്ങനെ ഔട്ട് ഗ്രോത്ത്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ റൂട്ട് ഹെയർസ്, ദീസ് ഔട്ട് ഗ്രോത്ത്സ് ആർ കാൾഡ് റൂട്ട് ഹെയർസ്. അതുപോലെ സ്റ്റെമ്മിലും കാണാം. സ്റ്റെമ്മിലും പല പ്ലാന്റ്സിലൊക്കെ സ്റ്റെമ്മിന് നമ്മുടെ ഓസിമം, തുളസി, തുമ്പ തുടങ്ങിയ ചെടികളെല്ലാം സ്റ്റെമ്മിന് പുറത്ത് ഇങ്ങനെ രോമങ്ങൾ പോലെ കാണാം. അപ്പോൾ എപ്പിഡെർമിസിന് പുറത്തോട്ടുള്ള ഹെയർസ് ആണ്, എപ്പിഡെർമൽ ഹെയർസ് ആണ്, അല്ലെങ്കിൽ എപ്പിഡെർമൽ അപ്പൻഡേജസ് ആണ്. സ്റ്റെമ്മിൽ ആ ഹെയർസിനെ പറയുന്ന പേര് ട്രൈക്കോംസ് എന്നാണ്. അപ്പോൾ എപ്പിഡെർമൽ ഔട്ട് ഗ്രോത്ത്സ് ഇൻ സ്റ്റെം ആർ കാൾഡ് ട്രൈക്കോംസ് ആൻഡ് ഇൻ റൂട്ട് ഇറ്റ് ഈസ് കാൾഡ് റൂട്ട് ഹെയർസ്. നമ്മൾ അനാട്ടമി പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു മെത്തേഡും കൂടെ ആണത്. നോക്കുക, റൂട്ട് ഹെയർസ് ആർ യൂണിസെല്ലുലാർ. റൂട്ട് ഹെയർസിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ക്രോസ് വാൾസ് ഓർ സെപ്റ്റം ഒന്നുമില്ല, യൂണിസെല്ലുലാർ ആണ്. സോ റൂട്ട് ഹെയർസ് ആർ യൂണിസെല്ലുലാർ, ബട്ട് സ്റ്റെമ്മിലെ ഹെയർസ് പേര് ട്രൈക്കോംസ്. ട്രൈക്കോംസിൽ നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് ക്രോസ് വാൾസ് ഓർ സെപ്റ്റം കാണാം. സോ ഇറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ. ട്രൈക്കോം ഈസ് മൾട്ടി സെല്ലുലാർ ആൻഡ് റൂട്ട് ഹെയർ ഈസ് യൂണിസെല്ലുലാർ.
ട്രൈക്കോംസിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വാട്ടർ ലോസ് കുറയ്ക്കുകയാണ്. ട്രൈക്കോംസിൻ്റെ ഫംഗ്ഷൻ മിനിമൈസ് വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്പിറേഷൻ ആണ്. ബട്ട് റൂട്ട് ഹെയർസിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം സോയിലാണ്. വാട്ടർ ആൻഡ് മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാണ് ആരുടെ ഫംഗ്ഷൻ? റൂട്ട് ഹെയർസിൻ്റെ ഫംഗ്ഷൻ. ഇത് രണ്ടും എപ്പിഡെർമൽ അപ്പൻഡേജസ് ആണ് ഓർ എപ്പിഡെർമൽ ഔട്ട്ഗ്രോത്ത്സ് ആണ്. റൂട്ടിൽ ഇറ്റ് ഈസ് കാൾഡ് റൂട്ട് ഹെയർസ്, ഇൻ സ്റ്റെമ്മിൽ എന്ത് പേര് പറയുന്നു? ട്രൈക്കോംസ് എന്ന് പറയുന്നു. ട്രൈക്കോംസ് ആർ മൾട്ടി സെല്ലാർ ബട്ട് റൂട്ട് ഹെയർസ് ആർ യൂണിസെല്ലാർ. റൂട്ട് ഹെയർസ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ട്രൈക്കോംസ് ഹെൽപ്പ് ഇൻ എന്താണ്? മിനിമൈസ് വാട്ടർ ലോസ്. ആൻഡ് നെക്സ്റ്റ് വൺ, നേരത്തെ നമ്മൾ ഗംസ്, റെസിൻസ്, ലാറ്റക്സ് തുടങ്ങിയ ചില കെമിക്കൽസിൻ്റെ പേരുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സിൽ കാണുന്ന ചില ഗ്ലാൻസിലാണ്. പല ചെടികളിലും ഇലകൾ പറിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ലാറ്റക്സ് കറ പോലെ വരാറുണ്ട്, മ്യൂസിലേജ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചില എപ്പിഡെർമൽ സെൽസ് തന്നെയാണ്. അവിടെ നിന്നുള്ള ഔട്ട്ഗ്രോത്ത്സ് ആണ്. അതെന്താണ്? ഈ പറഞ്ഞ ഹെയർസ് ആയിരിക്കും, ഗ്ലാൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എപ്പിഡെർമിസിൽ തന്നെ എപ്പിഡെർമിസ് വെറും എപ്പിഡെർമിസ് ആയിട്ട് കാണാം. എപ്പിഡെർമിസിനെ കവർ ചെയ്തുകൊണ്ട് ക്യൂട്ടിക്കിൾ കാണാം. പിന്നെ എപ്പിഡെർമൽ ഔട്ട്ഗ്രോത്തുകൾ കാണാം. റൂട്ടിൽ അതിൻ്റെ പേര് റൂട്ട് ഹെയർസ്, സ്റ്റെമ്മിൽ അതിൻ്റെ പേര് സ്റ്റെം ഹെയർസ് എന്ന് പറയില്ല, പകരം ട്രൈക്കോംസ് എന്ന് പറയാം. റൂട്ട് ഹെയർസ് ആർ യൂണിസെല്ലാർ, ട്രൈക്കോംസ് ആർ മൾട്ടിസെല്ലാർ. അതുപോലെ ഗ്ലാൻസും പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ എപ്പിഡെർമിസ് ഇൻ റൂട്ട് ഈസ് കാൾഡ് പിലിഫറസ് ലെയർ ഓർ എപ്പിബ്ലമ. ഫംഗ്ഷൻ പ്രൊട്ടക്ഷനൊക്കെ തന്നെ സ്റ്റെമ്മിലും ലീഫിലൊക്കെ ഉള്ളതിൽ പ്രൊട്ടക്ഷൻ തന്നെയാണ് എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഉള്ളത് നോക്കുക, ഇവിടെ ഗാഡ് സെൽസ് ആൻഡ് സ്റ്റൊമാറ്റ ആണുള്ളത്. ഗാഡ് സെൽസ് ആൻഡ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ ആർ ദി മൈന്യൂട്ട് ഓപ്പണിങ്സ് ഓർ സ്മോൾ അപ്പർച്ചേഴ്സ് സീൻ ഓൺ ദി ലോവർ എപ്പിഡെർമിസ്. എപ്പിഡെർമിസിൽ കാണുന്ന മൈന്യൂട്ട് ഓപ്പണിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റൊമാറ്റ ഓർ സ്റ്റോമ എന്ന് പറയുക. സ്റ്റോമ സിംഗിൾ, പ്ലൂറൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും, ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. റെസ്പിറേഷൻ സമയത്ത് ഓക്സിജൻ അബ്സോർബ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്തുക, പിന്നെ ട്രാൻസ്പിറേഷൻ നടത്തുക. ഇതൊക്കെയാണ് സ്റ്റൊമാറ്റയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെൽസാണ് ഗാഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാഡ് സെൽസ് ആർ ദി സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് റെഗുലേറ്റ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ഓഫ് സ്റ്റോമ. സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങിനെയും ക്ലോസിങ്ങിനെയും പറയുന്നത് സ്റ്റൊമാറ്റൽ മാർച്ച് എന്നാണ്. അപ്പോൾ സ്റ്റൊമാറ്റൽ മാർച്ചിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗാഡ് സെൽസ് ആണ്. ഈ ഗാഡ് സെൽസിൻ്റെ സ്ട്രക്ചറോടെ ഒന്ന് നോക്കുക. ഡൈക്കോട്ട്സിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബീൻ ഷേപ്പിലായിരിക്കും കാണുക. ഡൈക്കോട്ട്സിൽ ബീൻ ഷേപ്പിലാണെങ്കിൽ മോണോകോട്ട്സിലൊക്കെ അത് ഡംബൽ ഷേപ്പിലായിരിക്കും കാണുക. ഡൈക്കോട്ട്സിൽ ബീൻ ഷേപ്പും മോണോകോട്ട്സിൽ ഡംബൽ ഷേപ്പിലുമാണ് ഗാഡ് സെൽസ് കാണുക. ഇതിന് നടുവിൽ കാണുന്ന ഓപ്പണിങ്ങിനാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡൈക്കോട്ട്സിൽ നോക്കുക, ബീൻ ഷേപ്പിൽ കാണുന്നതിൽ ദീസ് ആർ ഔട്ടർ വാൾസ്. ഔട്ടർ വാൾസ് ആർ തിൻ ആൻഡ് ഇന്നർ വാൾസ് ആർ തിക്ക് ഇൻ ഡൈക്കോട്ട്സ്. ഡൈക്കോട്ട് ലീഫിലേക്ക് നോക്കുമ്പോൾ അത് ഗാഡ് സെൽസ് ബീൻ ഷേപ്പ് ആയിരിക്കും. ഔട്ടർ വാൾസ് ആർ തിൻ ആൻഡ് ഇന്നർ വാൾസ് ആർ തിക്ക്. ടർജിഡിറ്റി ബേസ് ചെയ്താണ് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നടുവിലുണ്ടാകുന്ന ഓപ്പണിങ്ങിനാണ് എന്ത് പറയുക? സ്റ്റോമ ഓർ സ്റ്റൊമാറ്റ എന്ന് പറയും. ഇവിടെ നോക്കുക, ഗാഡ് സെൽസ് ഇൻ മോണോകോട്ട്സ് ഇറ്റ് ഈസ് ഡംബൽ ഷേപ്പ്. ബോത്ത് ദ വാൾസ് ആർ തിൻ. ഔട്ടർ വാൾസും ഇന്നർ വാൾസും എല്ലാം തിൻ ആയിരിക്കും. പിന്നെ ഗാഡ് സെൽസിൻ്റെ മറ്റൊരു ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ടേം കൂടെ ഉണ്ട്. നോക്കാം, എപ്പിഡെർമിസ്. ലീഫ് ആണെങ്കിൽ പോലും ലീഫിൽ ക്ലോറോഫിൽ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് കാണാം. ഫോട്ടോസിന്തസിസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് കാണാം. പക്ഷേ ഗ്രീൻ കളറിൽ കാണുന്ന ലീഫിൻ്റെ എപ്പിഡെർമിസിൽ പോലും ക്ലോറോപ്ലാസ്റ്റ് കാണില്ല. കാരണം അതിൻ്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ മാത്രമാണ്. ദ ഓൺലി എപ്പിഡെർമൽ സെൽ ഹാവിങ് ക്ലോറോപ്ലാസ്റ്റ് ഈസ് ഗാഡ് സെൽ. എപ്പിഡെർമിസിൽ കാണുന്ന ഒരേ ഒരു സെല്ലിൽ മാത്രമേ എന്തുള്ളൂ? ക്ലോറോപ്ലാസ്റ്റ് ഉള്ളൂ. അത് ഗാഡ് സെല്ലാണ്. ഗാഡ് സെൽസിൽ മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നുള്ളൂ. ദ ഓൺലി എപ്പിഡെർമൽ സെൽ വിത്ത് ക്ലോറോപ്ലാസ്റ്റ് ഈസ് കാൾഡ് ഗാഡ് സെൽ. ഇൻ ഡൈക്കോട്ട്സ് ഇറ്റ് ഈസ് ബീൻ ഷേപ്പ് ആൻഡ് ഇൻ മോണോകോട്ട്സ് ഇറ്റ് ഈസ് ഡംബൽ ഷേപ്പ്. പിന്നെ മറ്റൊരു ഡിഫറൻസ് കൂടെ ഉണ്ട്. ഡൈക്കോട്ടിൽ അത് ലീഫിൽ കാണുന്നത് ലോവർ എപ്പിഡെർമിസിലാണ്. കാരണം ഡൈക്കോട്ട് ലീവ്സ് ആർ ഡോർസി വെൻട്രൽ ലീഫ്. ഒരു ഡോർസൽ സൈഡും ഒരു വെൻട്രൽ സൈഡ്, അപ്പർ ആൻഡ് ലോവർ സൈഡ്സ് ഉണ്ട്. അതിൽ ലോവർ എപ്പിഡെർമിസിലായിരിക്കും ഗാഡ് സെൽസ് കാണുക. ബട്ട് ഇൻ മോണോകോട്ട്സ് ബോത്ത് എപ്പിഡെർമിസിലും എന്തുണ്ട്? ഈ ഡംബൽ ഷേപ്പിലുള്ള ഗാഡ് സെൽസ് കാണാം അവിടെ. അപ്പോൾ ഇത്രയുമാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നത്. ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ആക്ച്വലി ടിഷ്യൂ സിസ്റ്റം ഇല്ല. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് ടിഷ്യൂവും പെർഫോം ചെയ്യുന്ന ഫംഗ്ഷനെ ബേസ് ചെയ്താണ് ടിഷ്യൂ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫ് 3 ടൈപ്സ്: എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ആൻഡ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. അതിൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എപ്പിഡെർമിസ്, സ്റ്റൊമാറ്റ, ഗാഡ് സെൽസ്, ട്രൈക്കോംസ്, റൂട്ട് ഹെയർസ് ഒക്കെ. പിന്നെ ഈ പറഞ്ഞ ക്യൂട്ടിക്കിൾ ഒക്കെ ഉണ്ടാകാം. അതൊക്കെ അഡീഷണൽ ചില സ്ട്രക്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്.